ഹലോ ഗൈസ്, ജർമ്മനിയിൽ ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സമ്മർ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടാണ് ഈ ഒളിമ്പിയ പാർക്ക് പണിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ കുറേ റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒളിമ്പിയ പാർക്കിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടാരം പോലുള്ള ഈ രൂപം. ഇത് ആ സമയത്തെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ആർക്കിടെക്ചറിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒളിമ്പിക്സ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ കൂടി പലതരത്തിലുള്ള ഇവൻറ്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. കുറേ കോൺസേർട്സ്, അതുപോലെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ അത്ലറ്റിക്സിനുള്ള പ്രാക്ടീസുകൾ, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ് ഇവിടെ ഇപ്പോൾ അരങ്ങേറുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒളിമ്പിയ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. ഒരാൾക്ക് €3.5 ആണ് ഇതിനകത്തേക്ക് കയറാനുള്ള ഫീസ്. സമ്മർ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള അത്ലറ്റിക് മത്സരങ്ങളെല്ലാം ഇവിടെയാണ് അരങ്ങേറിയിട്ടുള്ളത്. അത് അന്നത്തെ പോലെ തന്നെ ഇന്നും അതേ പ്രൗഢിയോടെ നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. ിലെ 2006 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇവിടെയാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സനെ പോലെയുള്ള പല ലെജൻഡറി ആർട്ടിസ്റ്റുകളുടെയും കോൺസേർട്ടുകളും ഇവിടെ നടന്നിട്ടുണ്ട്. അലയൻസ് അറീന വരുന്നത് വരെ FC ബയൺ മ്യൂണിക്ക് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ടായിരുന്നു. ചരിത്രമായ പല ഗെയിമിൻ്റെയും സ്കോർ എഴുതിയ സ്കോർ ബോർഡാണത്. ഒളിമ്പിയ പാർക്കിൻ്റെ ഈ ഐക്കോണിക് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രൈ ഓട്ടോ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ആർക്കിടെക്റ്റാണ്. ഇവിടെ ഇപ്പോഴും ഒരുപാട് സ്പോർട്സ് ഇവൻറ്റ്സും കോൺസേർട്സും എക്സിബിഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, സൈക്ലിംഗ്, ജോഗിംഗ് പോലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ഇതാണ് ഒളിമ്പിക് സ്വിമ്മിംഗ് ഹാൾ. ഒളിമ്പിക്സിലെ സ്വിമ്മിംഗ്, ഡൈവിംഗ്, വാട്ടർ പോളോ എന്നീ ഇവൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇപ്പോൾ ഇത് പബ്ലിക്കിന് സ്വിമ്മിങ്ങിനും ട്രെയിനിങ്ങിനും കോമ്പറ്റീഷനും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയാമോ? എന്നാൽ ഇവിടെ വന്ന് നമുക്ക് സ്വിമ്മിങ് ചെയ്യാം. ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായതിനെ പറ്റി നിങ്ങൾക്കറിയാവോ? 1972 സമ്മർ ഒളിമ്പിക്സിന്റെ സമയത്താണ് ഈ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നത്. സെപ്റ്റംബർ 5 ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഒരു പാലസ്തീനി ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇസ്രയേലി അത്ലറ്റും കോച്ചും അടങ്ങുന്ന 11 അംഗ ടീമിനെ ഒളിമ്പിക് വില്ലേജിൽ ബന്ദികളാക്കി. 234 പാലസ്തീനി തടവുകാരെ വിട്ടയക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അവിടെ ജർമ്മൻ അധികൃതർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 11 ബന്ദികളും കൊല്ലപ്പെട്ടു. അവരോടൊപ്പം ഒരു ജർമ്മൻ പോലീസ് ഓഫീസറും 8 തീവ്രവാദികളിൽ 5 പേരും കൊല്ലപ്പെട്ടു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.